വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഏട്ടൻ എന്നെ അരിമാവ് വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അരിമാവ് എന്തിനാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഇതും എൻ്റെ അടുത്ത് അവന് ഉഴുന്നോടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവ ഇങ്ങനെ കഴിക്കുന്ന ആഹാരങ്ങൾ ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങിക്കുന്ന സന്ദർഭങ്ങൾ വളരെ വളരെ കുറവാണ്. പക്ഷെ അവൻ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അത് വാങ്ങി കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. കാരണം അവ അത് കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. അവന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഭയങ്കര മടിയുള്ളൊരു കുട്ടിയാണേ. അങ്ങനെ ഉഴുന്നോടെ ഉണ്ടാക്കാൻ ഉഴുന്നൊക്കെ കുതിർത്ത് അതിന്റെ ബാറ്ററൊക്കെ ശരിയായിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് അരിപ്പൊടി ഇല്ലാന്ന്. അങ്ങനെയാണ് ഏട്ടന് അരിപ്പൊടി വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. ആ ബാറ്ററിലോട്ട് ഒണിയനും നമ്മളത് കുഞ്ഞു സവോളയും കറിവേപ്പിലയും കുറച്ച് അരിപ്പൊടി ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. എനിക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ആ കറക്റ്റ് ഷേപ്പിലും അതിന്റെ നടുക്കത്തെ ഒരു ഹോളും എനിക്ക് കറക്റ്റ് ആയിട്ടൊന്നും വരത്തില്ല. എന്നാലും ഉഴുന്നുവടയുടെ ടേസ്റ്റ് ഒക്കെ വരും. അങ്ങനത്തെ ഒരു ധൈര്യത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് മുൻതിരിഞ്ഞിറങ്ങിയത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ട് ഇതിന് കറക്റ്റ് ഷേപ്പ് ഒന്നും അല്ലല്ലോ എന്നും പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട്. എന്നാലും ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവസാനം ആയപ്പോഴത്തേക്കും കറക്റ്റ് ഉഴുന്നുവടയുടെ ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉഴുന്നുവട ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ചട്നിയും ഉഴുന്നുവടയും കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പം മിന്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മിന്റ് ചട്നിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം മിന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് നല്ലൊരു ചമ്മന്തിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ കോവിഡ് സമയത്തായിരുന്നു കേട്ടോ കൂടുതലായിട്ട് ഈ ഉഴുന്നുവടയൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടായിരുന്നല്ലോ ആ സമയത്ത്. ഉഴുന്ന്, കടല അതൊക്കെയാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്.